ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സൂപ്പർ ഗേൾ എന്ന് പറഞ്ഞ മൂവി കണ്ടിരിക്കുകയാണ്. സോ ഈ മൂവിക്ക് എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നൊരു മൂവിയായിരുന്നു. ബട്ട് മൂവി കണ്ടപ്പോൾ എനിക്ക് അത്രയും സാറ്റിസ്ഫൈ ആയില്ല. കാരണം ഇതൊരു നോർമൽ സൂപ്പർ ഹീറോ മൂവി പോലെ ആയിപ്പോയി. ബിക്കോസ് ലൈക്ക് ക്ലീഷേ തിങ്, റിപ്പീറ്റഡ് സ്റ്റോറി പോലെ എനിക്ക് ഫീലായി. സോ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞത് ക്രാഗ് ഗിൽസ്പിയും റൈറ്റർ ആനയാണ്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ജെയിംസ് ഗണ്ണും പിന്നെ പീറ്റർ സഫ്രാൻ എന്ന വ്യക്തികളാണ് രണ്ടുപേരാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ ഇത് ജെയിംസ് ഗൺ യൂണിവേഴ്സിൽ വരുന്ന ഒരു പടം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിലെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് മില്ലി ആൽകോക്ക് ആസ് സൂപ്പർ ഗേൾ, പിന്നെ ജേസൺ മൊമോ ആസ് ലോബോ ആണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ലോബോ ക്യാരക്ടറായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ലോബോ ഒരു സ്റ്റാൻഡ് അലോൺ പടം തന്നെ ചെയ്യണമെന്നാണ്. കാരണം അമ്മാതിരി സൂപ്പറായിട്ട് ജേസൺ മൊമോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി വൈസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതൊരു കോമിക് ബേസ്ഡ് ആണ്. വിച്ച് ഈസ് സൂപ്പർ ഗേൾ വുമൺ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞൊരു കോമിക്കിൻ്റെ ബേസാണ് ഈ പടം എടുത്തേക്കുന്നത്. അങ്ങനെ വെച്ചെടുത്ത് നോക്കിയപ്പോൾ കോമിക്കിൻ്റെ അഡാപ്റ്റേഷൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം. ബട്ട് സ്ക്രീനിൽ വന്നപ്പോൾ നമുക്ക് കുറേ ഭാഗത്ത് ലാഗിങ് അടിച്ചു. എസ്പെഷ്യലി സെക്കൻഡ് ആക്ട് ഭയങ്കര ലാഗിങ് ആയിരുന്നു. പിന്നെ എൻ്റെ ക്ലൈമാക്സ് കുറച്ചുകൂടെ ഒരു വെറൈറ്റി രീതിയിൽ ചെയ്ത് വെച്ചത്. പിന്നെ എൻ്റെ ക്യാമിയോകളുണ്ട്, ചെറിയ ചെറിയ ക്യാമിയോകളുണ്ട് വിച്ച് ഡസൻ ഇമ്പാക്ട് ദ സ്റ്റോറി ലൈൻ. നമുക്കൊരു ഹൈ തരുന്ന കുറവ് മൂമെൻറ്റ്സ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് മടുത്തു പോകും കുറച്ച് കഴിയുമ്പോൾ. ലൈക്ക് ആ സെക്കൻഡ് ഹാഫിൽ കയറുമ്പോൾ ഉറക്കം വരാനൊക്കെ തുടങ്ങും. പിന്നെ ക്ലൈമാക്സിന് അടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ഒരു ഫൈറ്റ് സീക്വൻസും ക്ലൈമാക്സ് എൻഡിങ്ങും ഒക്കെ കുറച്ചുകൂടി കണ്ടിരിക്കാൻ പറ്റുന്ന അപ്പോഴൊക്കെയാണ്. പിന്നെ എൻ്റെ മ്യൂസിക് എന്ന് പറയട്ടെ, മ്യൂസിക്കും അത്ര വലിയ അളവിൽ പറയാനൊന്നുമില്ല. ഒരു നോർമൽ ഒരു ക്ലാസിക് മ്യൂസിക് തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും മേക്കിങ്ങും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ 3D എഫക്റ്റ് എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. ഇന്ന് 3D പോയി കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഒരു പടം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. വളരെ എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി കണ്ടിറങ്ങിയപ്പോൾ. എനിക്ക് നല്ല എക്സ്പെക്റ്റേഷനും ഹൈ എക്സ്പെക്റ്റേഷനുള്ള മൂവിയായിരുന്നു. സോ ഈ സിനിമ ഞാൻ റാങ്ക് ചെയ്യുന്ന ഒരു ബിലോ ആവറേജിലാണ്. ബിക്കോസ് എനിക്ക് ഉറക്കം വന്നു പോയി ഗൈസ് ചെയ്തത് ആക്ച്വലി കണ്ടിരുന്നപ്പോൾ. സോ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. സോ താങ്ക് യു ഫോർ മോർ റിവ്യൂ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.